വയനാട്ടിലേക്ക് നമുക്കിപ്പം സുർജിത്ത് അയ്യപ്പത്ത് ചേരും മുണ്ടക്കയിൽ നിന്ന്. സുർജിത്ത്, പറയൂ. SKN, ഈ നേരത്തെ പറഞ്ഞ ശ്യാം തുടങ്ങിയ ആ വിവേകിന്റെ വിഷയം തന്നെ തുടങ്ങാം. വല്ലാത്തൊരു അതിജീവന മുഖത്തിലാണ് ഈ വയനാട് മുണ്ടക്കൈ ചൂരമല പ്രദേശം. ദുരന്തബാധിതരാണ് എല്ലാവരും. വലിയ രീതിയിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിച്ച മനുഷ്യരുണ്ട്. ഇതിനിടയിലാണ് ഈ നാട്ടുകാരനായിട്ടുള്ള ഒരു യുവാവിനെ, വിവേക് എന്ന് പറയുന്ന യുവാവിന് ചികിത്സാ സഹായം വേണ്ടി വന്നത്. അതിന് പോലും കൈകോർക്കുകയാണ്. അതിൽ അവർ രൂപീകരിച്ച പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് രൂപീകരിച്ച ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനുമുണ്ട്. അതിനകത്ത് ആളുകൾ ഇടുന്ന സംഭാവന ചെറിയ പൈസയാണെങ്കിൽ പോലും അതിട്ട് എങ്ങനെയെങ്കിലും പരമാവധി വേഗത്തിൽ തന്നെ ധനം സമാഹരിക്കുക ലക്ഷ്യമാണ് ഉള്ളത്. അതിന് ഈ നാട് കൈകോർക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് മുണ്ടക്കൈയാണ്. ഉരുൾപൊട്ടി തകർന്ന മുണ്ടക്കൈ. ആ മുണ്ടക്കൈയിൽ അപൂർവമായി, അതായത് മനുഷ്യരില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം രാവിലെ ഒന്നും ഒരാളെ പോലും ഇവിടെ കാണില്ല. ഒരുപക്ഷെ തോട്ടം തൊഴിലാളികളൊക്കെ ഇവിടേക്ക് എത്തും. പക്ഷേ ഇന്ന് ഞായറാഴ്ചയായതിനാൽ തോട്ടങ്ങൾ ഇല്ല. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ ഒരാൾ മാത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നും രാവിലെ ഇദ്ദേഹം സൈക്കിളുമായി ചൂരൽമലയിൽ നിന്ന് ഇദ്ദേഹം എത്തും. ഈ സമരസമിതിയിലെല്ലാം തന്നെ ഉൾപ്പെട്ട ഒരാൾ കൂടിയാണ് അജയേട്ടൻ. അജയേട്ടാ, ഒന്ന് വരൂ, ഒരു മിനിറ്റ്. ഇവിടെ മുണ്ടക്കയിൽ ജനവാസം സാധ്യമല്ല എന്നുള്ള തരത്തിലാണ് പറയുന്നത് അല്ലേ? എന്താണ് ഇവിടുത്തെ ഒരു പൊതുസ്ഥിതി? എങ്ങനെയാണ് ഇവിടുത്തെ മുണ്ടക്കൈ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുഞ്ചിരിമട്ടത്തേക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് പൂർണ്ണമായി പൊട്ടി ഒലിച്ച് വന്ന് മുണ്ടക്കൈ പ്രദേശം മൊത്തം പോയതാണ്. അതിനകത്ത് കുറഞ്ഞ വീടുകൾ നമുക്കിവിടെ അവശേഷിക്കുന്നുണ്ട്. അവിടെ എങ്ങനെ താമസിക്കുമോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണങ്ങളും ഉണ്ടാവില്ല. അവർക്ക് നേരാൻ വേണ്ട ഇപ്പം എല്ലാം പോയതാണ്. ആ പ്രദേശത്ത് ഒരു സ്ഥലം കിണർ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത്. എല്ലാം വാഷ് ഔട്ടായി പോയ സ്ഥലത്തിന് എങ്ങനെ താമസിക്കുമോ എന്ന് നമുക്കൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ രാവിലെ ഞാൻ വരുന്ന സമയത്ത് അവർ തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലിക്ക് പോകുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുമെന്നല്ലാണ്ട് ഇവിടെ ഒരു താമസയോഗ്യമാവുമെന്ന് നമുക്ക് ഇനി പറയാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ വരുമ്പോൾ തന്നെ ആനയും അതേപോലെ ചെന്നായ്ക്കളൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് റീബിൽഡ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ ഈ പ്രൈമറി ലിസ്റ്റിൽ പലരും മുണ്ടക്കയിലെ ഈ മേഖല, എഫക്റ്റഡ് മേഖലയിലെ ആളുകൾ പോലും ഉൾപ്പെട്ടിട്ടില്ലല്ലോ പ്രൈമറി. അത് ഫേസ് 1 എന്ന് പറഞ്ഞിട്ടാണ്. ഇന്നലെ ഇപ്പോൾ നമ്മളത് പഞ്ചായത്തിൻ്റെ ഇതിലൊക്കെ പോയി നോക്കിയപ്പോഴോ ഇത് മാനന്തവാടി ജില്ലാ കളക്ടറാണ്, സബ് കളക്ടറാണ് ഇതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയെന്ന് പറയുന്നു. അപ്പോൾ അത് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് മുണ്ടക്കൈയിൽ ആ 10 ഏക്കറിൽ നിന്ന് ഇറങ്ങി വരുന്ന പല വീടുകളും നമുക്കത് പിന്നെ ഇപ്പോൾ ഫസ്റ്റ് തന്നെ അത് അൺഫിറ്റാണ്, എന്നാൽ ഇപ്പോൾ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ. അത് സെക്കൻഡ് ഫേസിലേക്ക് പോകുന്നതാണ് പറയുന്നത്. പക്ഷേ അതും കൂടെ ഉൾപ്പെടുത്തി ഈ പറയുന്ന നമ്മുടെ ചൂരൽമല പ്രദേശത്ത് നമ്മളെ കുഞ്ഞികൃഷ്ണൻ നായരുടെ മുകളിൽ പ്രശാന്തേട്ടൻ്റെ വീട് മുതലുള്ള ആ ഭാഗവും ഒക്കെ ഇതിനകത്ത് പെടുത്തണം. അതായത് പടവെട്ടി മുതലുള്ള ഭാഗങ്ങൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ആ ഏരിയ മൊത്തം ഇതിനകത്ത് പെടുത്തണം എന്നാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത്. ഈ ലിസ്റ്റിൽ വലിയ രീതിയിലുള്ള അപാകത ഫസ്റ്റ് ആദ്യത്തെ ഒരു പരിഗണന കൊടുക്കേണ്ടതാണല്ലോ. അതിന് പോലും അത് ശരിക്കും മേപ്പാടി പഞ്ചായത്തിൽ അന്ന് ഓൾ പാർട്ടി മീറ്റിംഗിൽ ഒരു 500 ചില്ലറ ആളുകളുടെ ലിസ്റ്റ് കൊടുത്തതാണ്. പിന്നെ അതെങ്ങനെ 388 പേരിലേക്ക് മാറി, അതേപോലെ ഇതിൽ തന്നെ ഒരു വീട്ടിൽ തന്നെ 2-3 ആളുകൾ എങ്ങനെ പെട്ടു എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അതെങ്ങനെയാണ് അത് പറ്റിപ്പോയെന്ന് നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണത്. റീ എൻട്രി വന്നിട്ടുണ്ട്. റീ എൻട്രി എന്ന് പറഞ്ഞാൽ ഒരേ പേര് തന്നെ 2 പ്രാവശ്യം വന്നതല്ല. ഒരു വീട്ടിൽ തന്നെ 1, 2, 3 പേരുകൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സംഭവമാണ് വന്നിട്ടുള്ളത്. ഞാൻ നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായത്. ഞാൻ സ്ഥിരമായിട്ട് വരികയെന്ന് വെച്ചാൽ നമ്മൾ ആ ഉരുൾപൊട്ടൽ നിങ്ങൾക്കറിയാലോ, നമ്മൾ ആ സമയം മുതലേ കാണുന്നതാണ്. എന്നും രാവിലെ വന്നുകൊണ്ടിരുന്നത് മാധ്യമപ്രവർത്തകർ, അത് രക്ഷാപ്രവർത്തകരുടെ കൂടെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവർ ഒഴിവാക്കി പോയ പൂച്ചകൾ ഇവിടെ കുറേ ഉണ്ടായിരുന്നു. അവർക്ക് ഫുഡ് കൊണ്ട് വരാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് അത് വന്നുകൊണ്ടിരിക്കേണ്ടത്. ഇന്ന് രാവിലെ അതിനിറങ്ങിയത് തന്നെയാണ്. അവർക്ക് വേണ്ടിയുള്ള ഫുഡ് കൊടുത്ത് തിരിച്ചു പോകാൻ നേരത്താണ് ഇപ്പോൾ നിങ്ങളെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇതാണ്, ഈ അജയേട്ടനെ മാത്രമാണ് ഇവിടെ രാവിലെ കണ്ടുമുട്ടുന്ന ഒരാൾ. മറ്റാളുകൾ ഈ പണിക്കാർ മാത്രമാണ് ഇവിടേക്ക് വരാറുള്ളത്. ഇതാണ് അവസ്ഥ. മുണ്ടക്കയിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഈ മേഖലയൊക്കെ പൂർണ്ണമായി ഉരുൾ പൊട്ടി ഒലിച്ച ആ പ്രദേശമാണുള്ളത്. ആ പുഞ്ചിരിമട്ടം, ആ ടോപ്പ് നമുക്ക് കാണാൻ പറ്റും. ആ പൊട്ടി ഒലിച്ച ഭാഗം, അവിടെ നിന്ന് താഴേക്ക് ഇങ്ങോട്ട് പതിച്ച മുണ്ടക്കൈ എന്ന് പറയുന്ന ആ ഭൂപ്രദേശം തന്നെ ആദ്യത്തെ ഉരുൾപൊട്ടലിൽ തന്നെ ഇല്ലാതായി എന്നുള്ളതാണ്. അങ്ങനെ ഈ പ്രദേശത്ത് വാസയോഗ്യമല്ലാത്ത അവസ്ഥയുണ്ട്. പക്ഷേ ഈ പ്രൈമറി ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ, അതായത് ആദ്യത്തെ ആ ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് പോലും ഈ മുണ്ടക്കൈയിലെ പലരും ഉൾപ്പെട്ടിട്ടില്ല. അതായത് ഈ അഫക്റ്റഡ് ഏരിയയിലെ ആളുകൾ പലരും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ആക്ഷേപം വളരെ ശക്തമായ രീതിയിൽ തന്നെ ഉണ്ട്. ഇക്കാര്യം ഈ പ്രദേശവാസികൾ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്, അതായത് ലിസ്റ്റ് പുറത്തുവിട്ട ഘട്ടത്തിൽ തന്നെ നമ്മളൊരു പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയ ഘട്ടത്തിൽ തന്നെ ഇവിടുത്തെ പ്രദേശവാസിയും മാധ്യമ പ്രവർത്തകനുമായ ഷഫീഖ് മുണ്ടക്കൈയുണ്ട്. അദ്ദേഹവുമായി ഈ വിഷയം സംസാരിച്ചു. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ 10ഓളം പേരുടെ പേരുകൾ റിപ്പീറ്റ്, അതായത് ഇരട്ടിപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെ അങ്ങനെ നോക്കുമ്പോൾ പിന്നീട് ഒരു സൂക്ഷ്മ പരിശോധനയ്ക്ക് ഇന്നലെ രാവിലെ ഈ സമരസമിതി ഉൾപ്പെടെയുള്ളവർ, ആക്ഷൻ കൗൺസിൽ അടക്കമുള്ളവർ വിധേയമാക്കി. അത് വിധേയമാക്കിയ ഘട്ടത്തിലാണ് കൃത്യമായ രീതിയിൽ തന്നെ
70-ലധികം പേർ ഇതിനകത്ത് ഇരട്ടിപ്പായി വന്നിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എത്രത്തോളം ഈ ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ എത്രത്തോളം ഒരു ഉദാസീനത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പരിശോധനയാണ് വേണ്ടത്. എന്തായാലും ഇത് കുറ്റമറ്റതാക്കിയ രീതിയിലുള്ള ഒരു ലിസ്റ്റ് ആകണം. മാത്രമല്ല ഈ 2 ഫേസ് എന്നുള്ളത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഒറ്റ ഫേസിൽ തന്നെ ഇത് ഒറ്റഘട്ടം പുനരധിവാസം തന്നെ വേണമെന്നുള്ള ആവശ്യമാണ് ഈ പ്രദേശവാസികൾ എല്ലാവരും തന്നെ ഉന്നയിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് കണ്ടെത്തുന്നത്. അതിന് ഗവൺമെന്റ് ഉത്തരവ് ഇറങ്ങേണ്ടതുണ്ട്. നിലവിൽ ഗവൺമെന്റ് ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് 2 ഫേസ് എന്നുള്ള തരത്തിലേക്ക് പുനരധിവാസ പ്രവർത്തനം മാറിയത്. പക്ഷേ ഇവർക്ക് ആശങ്കയുണ്ട്. പുത്തുമലയിലടക്കം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇവരെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. SKN. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് മുണ്ടക്കയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അതായത് മരണത്തിൻ്റെ മുൻപിൽ നിന്ന ജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു ലിസ്റ്റ് ഒരു അബദ്ധ പഞ്ചാംഗവും അപകടവും നിറഞ്ഞതായതുകൊണ്ട് തന്നെ മന്ത്രിസഭയ്ക്കും സംസ്ഥാന സർക്കാരിനും വല്ലാത്ത തലവേദനയാണ് ഈ പട്ടിക ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം 3 ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത്